1947 അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വതന്ത്രമായെങ്കിൽ 1975 മറ്റൊരു അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം തൂക്കിലേറ്റപ്പെട്ടു. ഇന്ത്യൻ ജനാധിപത്യം ശവക്കുഴിയിൽ ജീവനോടെ പിടഞ്ഞ 635 ദിനരാത്രങ്ങൾ. ഒരേകാധിപതിയും അവരുടെ കുടുംബവും പരിചാരകരും ചേർന്ന് കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും നീതിക്കും മുകളിൽ അമർന്നിരുന്ന കാലം. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും പൈശാചികമായ ഭരണകൂട ഭീകരത, അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയ്ക്ക് ഒരാണ്ട് മുമ്പ് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന DK ബറുവ ഒരു മുദ്രാവാക്യം ഉയർത്തി. അതിങ്ങനെയായിരുന്നു: ഇന്ദിര എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ ഇന്ദിര. സ്വന്തം തട്ടകത്തിലെ എതിരാളികളെ എല്ലാം വീഴ്ത്തി ഒരു ഏകാധിപതി സർവാധികാരങ്ങളുമേന്തി ഉദയം ചെയ്യും മുന്നേ തന്നെ അവരുടെ പരിചാരകർ വാഴ്ത്തുപാട്ടുകൾ ആരംഭിച്ചിരുന്നു. ഇന്ദിരാഗാന്ധി തന്റെ അമിതാധികാരത്തിന്റെ മൂർച്ചയെ മിനുക്കിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അതിന്റെ മുനയൊടിച്ച് 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി. 1971 ഇന്ദിരയ്ക്കെതിരെ മത്സരിച്ച രാജ് നരേൻ എന്ന സോഷ്യലിസ്റ്റ് നേതാവ് നൽകിയ ഒരു തെരഞ്ഞെടുപ്പ് പരാതിയിലായിരുന്നു കോടതിയുടെ വിധി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇന്ദിരാഗാന്ധി ഉപയോഗപ്പെടുത്തിയെന്ന് കോടതിക്ക് ബോധ്യമായി. നിയമപരമായി ഇന്ദിരയ്ക്ക് ഒരു പാർലമെന്റ് അംഗമായി തുടരാനാകില്ലെന്നും 6 മാസത്തിനകം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാനാകില്ലെന്നുമായിരുന്നു കോടതി വിധിയുടെ അർത്ഥം. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് വേദി ഒരുങ്ങുകയായിരുന്നു അവിടെ. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ദിരയ്ക്ക് നേരെ കാട്ടുതീ പോലെ രാജ്യമെങ്ങും കലാപക്കൊടി ഉയർത്തി. 1975 ജൂൺ 25 പ്രതിപക്ഷ പാർട്ടികൾ ദില്ലിയിലെ രാംലീല മൈതാനത്ത് വലിയൊരു പ്രകടനം സംഘടിപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ രാജിക്ക് വേണ്ടി JP രാജ്യവ്യാപക സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ രാഷ്ട്രീയ മനോഭാവം എക്കാലത്തേക്കാളും കോൺഗ്രസിനെതിരായി തിരിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ചതുരംഗത്തിലെ ചക്രപ്പൂട്ട് പോലെ ഇന്ദിര തന്റെ ഫാസിസ്റ്റ് കരു കൃത്യസ്ഥാനത്തെത്തിച്ചിരുന്നു. അന്ത്യനീക്കത്തിന്റെ ചലനങ്ങളുടെ നിയന്താക്കളായി മകൻ സഞ്ജയ് ഗാന്ധിയും വിശ്വസ്തൻ സിദ്ധാർത്ഥ ശങ്കർ റേയും ഇന്ദിരയ്ക്കൊപ്പമുണ്ടായിരുന്നു. അതേ ദിവസം അർദ്ധരാത്രിയിൽ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട പത്ര ഓഫീസുകളിലേക്കുമുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പ്രതിപക്ഷ പാർട്ടികളിലെ പ്രധാന നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. വളരെ വേഗം തന്നെ അത് വ്യക്തമായി. ആ രാത്രിയിൽ ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഉറക്കച്ചടവ് പോലും മാറാതെ ഒരു ഏകാധിപതിയുടെ നിർദ്ദേശത്താൽ ജനാധിപത്യത്തിന്റെ മരണപത്രം ഒപ്പിട്ട് നൽകി. കൂരിരുട്ടിൽ ഭരണകൂടം ബ്ലാക്ക് ലിസ്റ്റിലാക്കിയവരെ പരതി പോലീസ് അലഞ്ഞു തിരിഞ്ഞു നടന്നു. നേരം പുലർന്നു. ജൂൺ 26, സമയം കൃത്യം 6 മണി. അർദ്ധരാത്രിയിൽ ഉറക്കമുണർത്തിയ മന്ത്രിമാരുടെ പ്രത്യേക യോഗത്തിൽ ഇന്ദിര കാര്യം അംഗങ്ങളെ ധരിപ്പിച്ചു. 1 മണിക്കൂറിന് ശേഷം സമയം കൃത്യം 7 മണി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. റേഡിയോയുടെ മുന്നിലിരുന്ന ചുരുക്കം ചിലർ മാത്രം ഞെട്ടലോടെ ആ വാർത്ത കേട്ടു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയുള്ള അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഉപാധികളോടെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ട് 24 മണിക്കൂർ പോലും ആയിരുന്നില്ല. പലർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. പുലർച്ചെയാണ് അറിയിപ്പ് വന്നതുകൊണ്ട് രാജ്യത്തെ ഭൂരിഭാഗം പേരും ഒന്നും അറിഞ്ഞുമില്ല. വിശ്വാസം വരാത്തവർ ഓൾ ഇന്ത്യ റേഡിയോ വീണ്ടും ട്യൂൺ ചെയ്തു. ആകാശവാണിയുടെ നിർത്താതെയുള്ള വാർത്താ ബുള്ളറ്റിനിലൂടെ വാർത്ത കാട്ടുതീ പോലെ രാജ്യമെങ്ങും പടർന്നു. പ്രതിഷേധങ്ങളെ നയിക്കേണ്ട നേതാക്കളെല്ലാം അപ്പോഴേക്കും തുറുങ്കിൽ അടയ്ക്കപ്പെട്ടിരുന്നു. തൊട്ടടുത്ത ദിവസം ജൂൺ 27 രാജ്യത്തെ എല്ലാ ദിനപത്രങ്ങളുടെയും തലക്കെട്ട് അന്ന് ചരിത്രത്തിൽ ആദ്യമായി ഒന്നായിരുന്നു: അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ, പൗരാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഫെഡറൽ അധികാര വിഭജനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കപ്പെടുകയും യൂണിയൻ ഗവൺമെന്റിലേക്ക് എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. കേന്ദ്ര ഭരണകൂടത്തിന് സവിശേഷ അധികാരങ്ങൾ കൈവന്നു. പത്രസ്വാതന്ത്ര്യം റദ്ദാക്കപ്പെട്ടു. പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾക്ക് മുൻകൂർ അനുമതി ആവശ്യമായി വന്നു. പല സംഘടനകളും പ്രസ്ഥാനങ്ങളും നിരോധിക്കപ്പെട്ടു. പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, പരസ്യമായ പ്രകടനങ്ങൾ, സംഘം ചേരൽ എല്ലാം നിരോധിക്കപ്പെട്ടു. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതിയെ സമീപിക്കാനുള്ള അവകാശം പോലും പൗരന് നിഷേധിക്കപ്പെട്ടു. ഭരണകൂടം വ്യാപകമായി കരുതൽ തടങ്കൽ വ്യവസ്ഥകൾ പ്രയോഗിച്ചു. ഈ വ്യവസ്ഥയനുസരിച്ച് ഒരാൾ കുറ്റം ചെയ്തതുകൊണ്ടല്ല അവരെ അറസ്റ്റ് ചെയ്തതും തടങ്കലിൽ വെച്ചതും. കുറ്റം ചെയ്തേക്കാമെന്ന ഊഹത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. പരമോന്നത നീതിപീഠം അതിന്റെ വാതിലുകൾ പൗരന് മുന്നിൽ കൊട്ടിയടച്ചു. ക്രൂരമായ പോലീസ് വേട്ടയിൽ രാജ്യത്തെമ്പാടും മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു. ചിലർ ഭീകരമായ മർദ്ദനമുറകൾക്ക് വിധേയരായി. നിരവധി പേരെ കാണാതെയായി. പലരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇന്ത്യൻ എക്സ്പ്രസ്, സ്റ്റേറ്റ്സ്മാൻ തുടങ്ങിയ പത്രങ്ങൾ സെൻസർ ചെയ്ത വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ട ഇടങ്ങൾ ശൂന്യമാക്കിയിട്ടുകൊണ്ട് പ്രതിഷേധിച്ചു. സെമിനാർ, മെയിൻസ്ട്രീം തുടങ്ങിയ മാഗസിനുകൾ സെൻസർഷിപ്പിന് വിധേയമാകാതെ അച്ചടി അവസാനിപ്പിച്ചു. സുപ്രീം കോടതിയിലെ 3 സീനിയർ ജഡ്ജിമാരെ മറികടന്ന് ജസ്റ്റിസ് AN റേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അവരോധിക്കപ്പെട്ടു. നാവടക്കൂ, പണിയെടുക്കൂ എന്ന മുദ്രാവാക്യം മുഴങ്ങി.
നിയമസഭയുടെ കാലാവധി പൂർത്തിയാക്കിയ തമിഴ്നാട്ടിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി. ഗുജറാത്ത് ഗവൺമെന്റിനെ കൂറുമാറ്റത്തിലൂടെ അസ്ഥിരമാക്കി. വിനോബ ഭാവെ, മദർ തെരേസ, യശ്വന്ത് സിംഗ്, JRD ടാറ്റ തുടങ്ങിയവർ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചു. അച്ചടക്കത്തിന്റെ സമയമെന്നാണ് വിനോബ ഭാവെ അടിയന്തരാവസ്ഥയെ വിശേഷിപ്പിച്ചത്. യാതൊരു ഔദ്യോഗിക സ്ഥാനങ്ങളും വഹിക്കാത്തവർ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. അവരിൽ പ്രമുഖനായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി. ആ വർഷത്തെ ഏറ്റവും മികച്ച ഇന്ത്യനായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ കൂടിയായിരുന്നു ഈ സഞ്ജയ് ഗാന്ധി. അദ്ദേഹത്തിന്റെ പെട്ടിയെടുപ്പുകാർക്കെല്ലാം ഉന്നത പദവികൾ അടിയന്തരാവസ്ഥ കാലത്ത് കിട്ടി. ഇന്ദിരാഗാന്ധി രാജ്യം കണ്ട ഏറ്റവും ക്രൂരനായ കോർപ്പറേറ്റ് കുത്തകകളിൽ ഒരാളായ തന്റെ മകന് അധികാരങ്ങളിൽ അഭിരമിക്കാൻ അതിരുകളില്ലാത്ത അവസരങ്ങൾ നൽകി. ദില്ലിയിലെ ചേരികൾ തുടച്ചു നീക്കാൻ തന്നെ അയാൾ ആദ്യം ഇറങ്ങി. ചെറുത്തുനിൽപ്പുകളെ ഭരണകൂടം ക്രൂരമായി അടിച്ചമർത്തി. ചെറുത്തുനിൽപ്പ് നടത്തിയവർക്ക് നേരെ പോലീസ് നിറയൊഴിച്ചു. 100-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു. ചേരികളിലും ചാളകളിലും പട്ടിണി കാർന്നു തിന്നുന്ന നിസ്സാരരായ മനുഷ്യജീവിതങ്ങളുടെ കുടിലുകളെല്ലാം തകർത്തു. സഞ്ജയ് ഗാന്ധിയെ വാഴ്ത്തിപ്പാടാൻ ദൂരദർശനെയും ആകാശവാണിയെയും നിയോഗിച്ചു. ലക്നൌ വിമാനത്താവളത്തിൽ വെച്ച് ഊരിത്തെറിച്ച സഞ്ജയുടെ ചെരുപ്പ് UP മുഖ്യമന്ത്രി വിനയപൂർവ്വമെടുത്ത് കാൽക്കൽ വെച്ചുകൊടുത്തു. ദശലക്ഷങ്ങളെ സഞ്ജയ് ഗാന്ധിയുടെ ഉത്തരവാൽ നിർബന്ധിതമായി ഷണ്ഡീകരിച്ചു. ഇന്ദിരയെ ദുർഗയെന്ന് വിളിക്കാൻ AB വാജ്പേയി വരെ മുൻനിരയിലുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും മൂല്യവത്തായതും സ്ഥായിയായതുമായ പാഠം പഠിച്ചത് അടിയന്തരാവസ്ഥ അവസാനിപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെയാണ്. ജനാധിപത്യം അന്ത്യശ്വാസം വലിച്ചുവെന്ന് കരുതിയ ഏകാധിപതികൾ അന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്താദ്യമായി കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. വെറും പരാജയമായിരുന്നില്ല, ദയനീയ പരാജയം. റായ്ബറേലിയിൽ നിന്ന് ഇന്ദിരയെയും അമേഠിയിൽ നിന്ന് മകൻ സഞ്ജയെയും ജനം തോൽപ്പിച്ച് തൂത്തെറിഞ്ഞു. ജനതാ പാർട്ടിയും അതിന്റെ സഖ്യകക്ഷികളും 542-ൽ 330 സീറ്റുകളും നേടി. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയും ദൗർബല്യവും ഒരുപോലെ പുറത്തു കൊണ്ടുവന്നു. പക്ഷേ അടിയന്തരാവസ്ഥയോടെ ഇന്ത്യൻ ജനാധിപത്യം അവസാനിക്കുമെന്ന് വിധിച്ചവർക്കെല്ലാം തെറ്റി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനാധിപത്യം ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് ജനാധിപത്യത്തെ പറിച്ചു മാറ്റുകയെന്നത് എത്രത്തോളം പ്രയാസകരമാണെന്ന് ഇതോടെ ബോധ്യമായി. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ കാലത്താണ് രാജ്യമിന്ന്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഭരണകൂടം വിസ്മരിക്കുന്നത് മർമ്മപ്രധാനമായൊരു വസ്തുതയാണ്. എത്ര അറുത്തുമുറിച്ചാലും ജനാധിപത്യത്തിന് ഈ ജനത ജീവൻ നൽകിയ ചരിത്രമേ ഇന്ത്യക്കുള്ളൂ. നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ച കൊളോണിയലിസത്തെ കൊന്നു കുഴിച്ചുമൂടിയാണ് അത് സ്ഥാപിക്കപ്പെട്ടത്. ഫാസിസ്റ്റുകൾക്കും ഏകാധിപതികൾക്കും ദാരുണമായ അന്ത്യമേ അത് കരുതി വെച്ചിട്ടുള്ളൂ.